ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ടാറ്റ CNG വെഹിക്കിൾസിനെ പറ്റിയാണ്. നമുക്കറിയാം ടാറ്റ ഓൾറെഡി CNG വെഹിക്കിൾസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ടാറ്റ ടിയാഗോ ആൻഡ് ടാറ്റ ടൈഗർ രണ്ടും ലോഞ്ച് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് January 19. സോ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ആ CNG വെഹിക്കിൾസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസുകളാണ്. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. പുതിയ CNG വെഹിക്കിൾസിൽ യൂസ് ചെയ്തിരിക്കുന്ന ട്രഡീഷണൽ കിറ്റ് അല്ലാതെ ചെറിയ ഡിഫറൻസുള്ള കിറ്റുകൾ യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ടാറ്റ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എൻജിൻ എന്ന് പറയുന്നത് 1.2 ലിറ്റർ പെട്രോൾ എൻജിനാണ്. അത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നത് 85 bhp, അതുപോലെ തന്നെ 113 Nm ടോർക്കുമാണ് ലഭിക്കുന്നത്. സോ അതിൻ്റെ ഓവറോൾ ലുക്കിലൊന്നും വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. എസ്പെഷ്യലി ടിയാഗോയുടെ ലുക്കും അതുപോലെ ഫ്രണ്ട് ഗ്രില്ലും ലൈറ്റ് ലുക്കും ഒക്കെ നമുക്ക് അറിയുന്നതാണ്. അതിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുത്തിയിട്ടില്ല. ഇതിൽ CNGയിലോട്ട് മാറി വന്നു എന്നുള്ളതാണ് മെയിൻ ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ടിയാഗോ ഓഫർ ചെയ്യുന്നത് മൈലേജ് കമ്പനി പറയുന്നത് 30 ആണ്. സോ നമ്മൾ സാധാരണ ഒരു ട്രഡീഷണൽ പെട്രോൾ വെഹിക്കിൾസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 30 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നല്ല ഒരു മൈലേജാണ്. അതായത് ഒരു കിലോ CNGയിൽ 30 കിലോമീറ്റർ എന്ന് പറയുന്നത് അടിപൊളിയാണ്. നമുക്ക് ഇപ്പം കേരളത്തിലെ പ്രൈസ് അപേക്ഷിച്ച് നോക്കുമ്പം CNGയുടെ പ്രൈസ് എന്ന് പറയുന്നത് 63 സംതിങ് 64 അങ്ങനെയാണ് വരുന്നത് ഒരു കിലോ. അത് സംബന്ധിച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വില കൂടുതലാണ് ബാക്കിയുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. കാരണം കർണാടകത്തിൽ എന്നൊക്കെ എന്ന് പറയുന്നത് 55 ഉള്ളൂ. പക്ഷേ കേരളത്തിൽ അത് 63 64 ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. നമുക്കറിയാം കേരളം ഈയിടെയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവലിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ പുതിയ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, യാതൊരു സപ്പോർട്ടും ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്കതിൻ്റെ പ്രൈസിങ്ങിൽ തന്നെ കാണാൻ പറ്റും. കാരണം എല്ലാ സ്റ്റേറ്റിലും ഇലക്ട്രിക് വെഹിക്കിൾസിന് രജിസ്ട്രേഷൻ ഫീസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏകദേശം ഒരു 3500-4000 രൂപ വരുന്നത്. പക്ഷേ ഈ കേരളത്തിലാകുമ്പം 70,000 എബോ ആണ് രജിസ്ട്രേഷൻ ചാർജായിട്ട് കേരള ഗവൺമെൻറ് ഈടാക്കുന്നത്. അതായത് ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ കൺസെഷനും സബ്സിഡിയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കേരള സർക്കാർ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് വേണം പറയാം. ഫ്യൂവലിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, പെട്രോളിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, CNGയുടെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാം ബാക്കിയുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കൂടുതലാണ്. സോ എന്നിരുന്നാലും ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രൈസ് 104 രൂപയെന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ CNG പ്രൈസ് 64 ആ റേഞ്ച് മാത്രമേ ഉള്ളൂ. ഇത് നാളെ കൂടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടാം. കാരണം നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നിരുന്നാലും ഒരു കിലോ CNGയിൽ 30 കിലോമീറ്റർ മൈലേജ് എന്ന് പറയുന്നത് അപ്രിഷ്യേറ്റ് ചെയ്യാവുന്ന ഒരു ഇനീഷ്യേറ്റീവ് തന്നെയാണത്. ടാറ്റ ടിയാഗോ CNG എസ്പെഷ്യലി മത്സരിക്കാൻ പോകുന്നത് വാഗ്നർ CNG ആയിട്ടായിരിക്കും. നമുക്കറിയാം CNGയുടെ ഉപയോഗം മെയിൻ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അത് ഇക്കോ ഫ്രണ്ട്ലി ഫ്യൂവലാണ് എന്നുള്ളതാണ് മെയിനായിട്ട്. രണ്ടാമത് മൈലേജും കൂടുതലായിട്ട് തരും. പക്ഷേ നമുക്കത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എൻജിന് അതിൻ്റെ ആ തരുന്ന പവറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നമുക്കത് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ മെയിനായിട്ട് പറയുന്നത് അതിൻ്റെ എക്കോ ഫ്രണ്ട്ലിയുള്ള ഒരു ഫ്യൂവലാണ് എന്നുള്ളതാണ് അതിന് മെയിനായിട്ട് പറയാനുള്ളത്. പക്ഷെ ഇത്ര തന്നെ ആണെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ CNG വെഹിക്കിൾസ് ഇറങ്ങുന്നത് വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി പെട്രോൾ ഡീസൽ എഞ്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ CNG വെഹിക്കിൾസ് ഇറങ്ങുന്നത് വളരെ കുറവാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺസ് നമ്മൾ ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൻ്റെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമുക്കതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇത് ഇരിക്കാനുള്ള ഒന്നാമത്തെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ലഭ്യത തന്നെയാണ്. അതായത് നമുക്ക് CNG വെഹിക്കിൾസ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് CNG ഫ്യൂവൽസ് എല്ലാ സ്ഥലത്തും അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അധിക പബ്ബുകളിലും CNG അവൈലബിൾ അല്ല, പെട്രോളും ഡീസലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ഇതിൻ്റെ അവൈലബിലിറ്റി തന്നെയാണ് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് സേഫ്റ്റി കൺസേൺ ആണ്. നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ ടെമ്പറേച്ചറൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ വരികയാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വണ്ടി നട്ടുച്ചയ്ക്ക് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വണ്ടിയുടെ അകത്തുള്ള ടെമ്പറേച്ചർ വളരെ കൂടും. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് CNGയുടെ പ്രഷർ കൂടാം. സോ അത് ചിലപ്പോൾ ബ്ലാസ്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് സേഫ്റ്റി കൺസേൺസ് ഇതിൻ്റെ പിന്നിലുണ്ട്. സോ ബട്ട് ഇതിൻ്റെ CNG നമ്മുടെ ഈ വാഹനത്തിൽ വെക്കുന്ന CNGനെ നമ്മൾ ഒരിക്കലും വീട്ടിലെ LPG ആയിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം വാഹനത്തിൽ വരുന്ന CNG എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതിനുള്ള പ്രഷർ താങ്ങാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം വരാവുന്ന പ്രഷറിനേക്കാളും 3 to 4 ടൈംസ് ഒക്കെയാണ്
പ്രഷർ താങ്ങാൻ പറ്റും. അങ്ങനെയുള്ള കിറ്റുകളാണ് വാഹനങ്ങൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കൺസേൺസ് ഒന്നും ആക്ച്വലി ആവശ്യമില്ല. മൂന്നാമത്തെ ഒരു കൺസേൺ എന്ന് പറയുന്നത് എന്താ പറയുക, എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത് ബൂട്ട് സ്പേസ് ആണ്. ഇത് ആക്ച്വലി നമ്മുടെ ബൂട്ട് സ്പേസ് ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, CNG കിറ്റ് വരുക ഏകദേശം ഇതുപോലെയാണ്. അതായത് നമ്മുടെ ബൂട്ടിൽ അല്ലെങ്കിൽ ഡിക്കി സ്പേസിലാണ് CNG കിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വേറെ ലഗേജസ് വെക്കുക എന്ന് പറയുന്നത് ആക്ച്വലി ഇമ്പോസിബിൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഡിക്കി സ്പേസ്, നമ്മളിപ്പോൾ ഒരു ദൂര യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ലഗേജസ് ഉണ്ടെങ്കിൽ ഒരു CNG വെഹിക്കിളെടുത്ത് പോകുക എന്ന് പറയുന്നത് എന്താ പറയുക, കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. ഇനിയുള്ള മെയിനായിട്ട് വരുന്നൊരു ഡൗട്ട് എന്ന് പറയുന്നത്, ഈ വെഹിക്കിൾ, അതായത് CNG വെഹിക്കിൾ നമുക്ക് പെട്രോളിൽ ഓടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി നമ്മളൊരു പെട്രോൾ എഞ്ചിന് തന്നെയാണ് CNG വെഹിക്കിൾ യൂസ് ചെയ്യുന്നത്. ഡീസൽ എഞ്ചിൻ നമുക്ക് ഒരിക്കലും CNG വെഹിക്കിളിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളൊരു പെട്രോൾ എഞ്ചിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, CNG വെഹിക്കിൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് CNG ഇല്ലെങ്കിൽ നമുക്ക് ഈ വെഹിക്കിൾ എന്ത് ചെയ്യാൻ പറ്റും, പെട്രോൾ ഓടിക്കാൻ പറ്റും. നമുക്കൊരു CNG കാറ് അല്ലെങ്കിൽ CNG ഒരു വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പെട്രോളിലാണ്. അതിനുശേഷമാണ് അത് CNGയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടിയിൽ CNG ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്രോളിൽ വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. അപ്പോൾ CNG വെഹിക്കിൾ പെട്രോൾ പറ്റുമോ എന്നുള്ളത് ചോദ്യത്തിന് പ്രസക്തി തന്നെ ഇല്ല. കാരണം വണ്ടി പെട്രോൾ എഞ്ചിനാണ് നമ്മൾ CNGയിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം നിലവിൽ ഏത് പെട്രോൾ വെഹിക്കിളിനെയും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, CNGയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓതറൈസ് ആയിട്ടുള്ള എന്താ പറയുക, കിറ്റ് ഫിറ്റ് ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഓതറൈസ് ആയ സ്ഥലത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ചെയ്യുന്നുണ്ടെങ്കിൽ ഓതറൈസ് ആയ സ്ഥലത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, എല്ലാ സ്ഥലത്തും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ വണ്ടിയുടെ RCയിലും അതുപോലെ തന്നെ ഇൻഷുറൻസിലും മാറ്റങ്ങൾ വരുത്തണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പെട്രോൾ വെഹിക്കിളാണോ നമുക്കതിന് എന്ത് ചെയ്യാം, CNGയിലോട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിൻ കൺസേൺ, അതായത് ശരിക്കും വരുന്നൊരു കൺസേൺ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ബൂട്ട് സ്പേസിൻ്റെ മാത്രമാണ്. അതായത് ഈ CNG ഫിറ്റ് ചെയ്ത അല്ലെങ്കിൽ CNGയിൽ വരുന്ന വെഹിക്കിൾസിന് ബൂട്ട് സ്പേസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. ആ ഒരു കൺസേണും കൂടെ ഒരു എന്താ പറയുക, എടുത്തു മാറ്റാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു CNG വെഹിക്കിൾസ് ധാരാളമായിട്ട് ഇറങ്ങാനുള്ള എന്താ പറയുക, ആൾക്കാർ എടുക്കാനുള്ള ഒരു പ്രവണത കൂടും. കാരണം ഒന്നാമത് ഇതിൻ്റെ മൈലേജ് തന്നെയാണ്. ടിയാഗോ ഒക്കെ ഓഫർ ചെയ്യുന്ന മൈലേജ് 30 എന്നാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. നമുക്കറിയാം എർട്ടിഗയുടെ മൈലേജ് CNGയിൽ 26.7 ആണ്. അങ്ങനെ ഇത് തരുന്ന മൈലേജ് നമുക്ക് എന്താ പറയുക, ഇമാജിനബിൾ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതലാണ് CNGക്ക് ഉണ്ട്. ഈ ഒരു ബൂട്ട് സ്പേസിൻ്റെ ഒരു പ്രോബ്ലം കൂടെ സോൾവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു CNG വെഹിക്കിൾസ് ധാരാളമായിട്ട് ഇറങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് CNG വെഹിക്കിൾസിനെ പറ്റി ഷെയർ ചെയ്യാനായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ച് ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. കാരണം നമുക്കെപ്പോഴുള്ള ഡൗട്ട് എന്ന് പറയുന്നത് CNG കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്രോളിൽ വണ്ടി ഓടുമോ, പെട്രോൾ എഞ്ചിൻ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ, ഡീസൽ എഞ്ചിന് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. ഡീസൽ എഞ്ചിന് നമുക്ക് ഒരിക്കലും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം പെട്രോൾ എഞ്ചിനെ മാത്രമേ നമുക്ക് CNGയിൽ കൺവേർട്ട് ചെയ്തിട്ട് ഓടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.